DIZO എന്ന ബ്രാൻഡ് റിയൽമിയുടെ ടെക് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് റിയൽമി ഇപ്പോൾ പുതുതായി അനൗൺസ് ചെയ്ത ഒരു സബ് ബ്രാൻഡാണെന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിൽ ഈ ഒരു DIZO എന്ന സബ് ബ്രാൻഡിൽ റിയൽമി നിലവിൽ 2 ട്രൂ വയർലെസ് ഹെഡ്സെറ്റുകൾ പുറത്തിറക്കി. അത് നിങ്ങളെ ഈ ഒരു ചാനലിലൂടെ പരിചയപ്പെടുത്തിയതാണ്. ആ ഒരു പ്രോഡക്റ്റ് ലൈനപ്പിൽ ഇപ്പോൾ മൂന്നാമതായിട്ട് DIZO എന്ന സബ് ബ്രാൻഡിൽ പുറത്തിറങ്ങുന്ന പ്രോഡക്റ്റാണ് DIZO വാച്ച്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം റിയൽമിയുടെ DIZO വാച്ചിൻ്റെ പ്രത്യേകതകൾ. ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ബോക്സിനകത്താണ് റിയൽമി DIZO വാച്ച് വരുന്നത്. ബോക്സിൻ്റെ മുകളിൽ തന്നെ DIZO വാച്ച് എന്ന് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. വാച്ചിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റിയൽമി ടെക് ലൈഫ് എന്ന് എഴുതിയിട്ടുമുണ്ട്. സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ ഡീറ്റെയിൽസുകൾ കൊടുത്തിട്ടുണ്ട്. 1.4 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത്. മാത്രമല്ല ഹൈ റെസൊല്യൂഷൻ ഉള്ള ടച്ച് സ്ക്രീനാണ് നൽകിയിരിക്കുന്നത്. 12 ദിവസത്തെ ബാറ്ററി ലൈഫാണ് ഈ ഒരു ബ്രാൻഡിലൂടെ റിയൽമി ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ ലൈവ് വാച്ച് ഫേസസ് ഈ ഒരു വാച്ചിനകത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. സ്മാർട്ട് IoT കൺട്രോളുകൾ ഉണ്ട്. അതുപോലെ 90-ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്പോർട്ട് മോഡുകൾ ഈ ഒരു വാച്ചിനകത്ത് സപ്പോർട്ട് ചെയ്യും. ബ്ലഡ് ഓക്സിജൻ ആൻഡ് ഹാർട്ട് റേറ്റ് മോണിറ്റർ ഈ ഒരു വാച്ചിനുണ്ട് എന്നും പറയുന്നുണ്ട്. എനിവേ നമുക്ക് ബോക്സ് അൺബോക്സ് ചെയ്യാം. ഇതിൻ്റെ പുറകിൽ കാർബൺ ഗ്രേ എന്ന കളർ വേരിയൻറ്റിലാണ് നമ്മളിന്ന് പരിശോധിക്കുന്ന വാച്ച് എന്ന് ഇവിടെ സൂചിപ്പിക്കുന്നുമുണ്ട്. എനിവേ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇവിടെ താഴെ ഒരു ചെറിയൊരു സ്റ്റിക്കറുണ്ട്. അത് നമുക്കിതുപോലെ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്യാം. ഇതേ ഇരിക്കുന്നു വാച്ചിലേക്ക് നമുക്ക് വരാം. വേറെ ഉള്ളത് ഇതിൻ്റെ ഒരു യൂസർ മാനുവലാണ് ഇതുപോലെ. അത് കൂടാതെ ഇതിൻ്റെ ഒരു ചാർജിങ് ഡോക്ക് ഇതുപോലെ തന്നിട്ടുണ്ട്. അത് സാധാരണ റിയൽമി വാച്ചിനോടൊപ്പം വന്നുകൊണ്ടിരുന്ന ടൈപ്പ് ഒരു ചാർജിങ് ഡോക്കാണ്. പ്രത്യേകിച്ച് ഒരു ചാർജിങ് ബ്രിക്കില്ല. അത് മിക്ക സ്മാർട്ട് വാച്ചിനോടൊപ്പം നൽകാറില്ല. നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ചാർജിങ് ബ്രിക്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇതായിരിക്കുന്നു നമ്മുടെ സ്മാർട്ട് വാച്ച് പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ ഈ ഒരു സ്മാർട്ട് വാച്ചിൻ്റെ പുറത്ത് ഇത്തരത്തിലൊരു പ്ലാസ്റ്റിക് പേപ്പർ സാധാരണ ഫോണിൻ്റെയൊക്കെ പുറത്ത് വരുന്നത് പോലെ തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമ്മൾ ഇളക്കി മാറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വാച്ചിൻ്റെ ഒരു രീതി. അപ്പോൾ ഈ ഒരു സ്ട്രാപ്പ് നമുക്കിതുപോലെ അഴിക്കാം. ഈ ഒരു സ്ട്രാപ്പിനകത്ത് ഇതിൻ്റെ ഒരു ബക്കിൾ വരുന്ന ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു നമ്മളിത് അകത്തേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുന്ന ഈ ഒരു ഭാഗം, അതിനകത്ത് ഇതുപോലെ DIZO എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ റിയൽമിയുടെ പ്രോഡക്റ്റുകളിൽ എവിടെയെങ്കിലുമൊക്കെ ആ ഒരു ബ്രാൻഡിങ് അടുത്തിടെയായിട്ട് കാണുന്നുണ്ട്. ഈ അടുത്തിടെ റിയൽമി പുറത്തിറക്കിയ അവരുടെ സ്മാർട്ട് വാച്ചിൽ ഡെയർ ടു ലീപ്പ് എന്ന അവരുടെ ഒരു സ്ലോഗൻ വാച്ചിൻ്റെ സ്ട്രാപ്പിൽ വലുതായിട്ട് എഴുതിയിരുന്നു. ഇപ്പോൾ DIZO എന്ന് ഇവിടെ ഈ ഒരു ഭാഗത്താണ് ഇതുപോലെ എഴുതിയിരിക്കുന്നത്. അതൊരു ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് അവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു സ്ട്രാപ്പിൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ ക്വാളിറ്റി ഉള്ളൊരു സ്ട്രാപ്പ് തന്നെയാണ്. അതുപോലെ ഇതിന് ഒരു സ്ക്വയർ ഷേപ്പാണ് ഈ ഒരു വാച്ചിൻ്റെ ഷേപ്പ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ഏരിയ ഇത്രയും ഉണ്ടെങ്കിലും പക്ഷേ അതിനകത്ത് കാണുന്ന, അതായത് ആ ഡിസ്പ്ലേ തെളിഞ്ഞ് കാണുന്ന ഭാഗം കുറവാണ് എന്ന് നമുക്കിത് ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു വാച്ച് ഓൺ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു വാച്ചിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ ഇതുപോലെ ഹാർട്ട് റേറ്റ് സെൻസറും അതുപോലെ ചാർജിങ്ങിനുള്ള ആ ഒരു പോർട്ടും ഒക്കെ നമുക്ക് ഇവിടെ ഇതുപോലെ കാണാം. ഇത് റിമൂവബിൾ ആയിട്ടുള്ള സ്ട്രാപ്പാണ്. നമുക്ക് ഈ ഒരു ബക്കിൾ ഇതുപോലെ ഇളക്കിക്കൊണ്ട് നമുക്കിത് റിമൂവ് ചെയ്യാം. ഇതേ ടൈപ്പ് ഇതിൻ്റെ ഒരു സ്ട്രാപ്പ് നമുക്ക് ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളറിൻ്റെ സ്ട്രാപ്പ് വേണമെങ്കിൽ നമുക്കിതിനകത്ത് അറ്റാച്ച് ചെയ്ത് ഉപയോഗിക്കാനും സാധിക്കും. എനിവേ നമുക്ക് വാച്ച് ഓൺ ചെയ്ത് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യേണ്ടതുണ്ട്. വാച്ച് ഓൺ ചെയ്യാനായിട്ട് ഇവിടെ വല സൈഡിൽ ഇതുപോലൊരു ബട്ടണാണ് കൊടുത്തിരിക്കുന്നത്. ഒരൊറ്റ ബട്ടൺ മാത്രമേ ഉള്ളൂ. മൊത്തത്തിൽ ഓവറോൾ ഡിസൈൻ എല്ലാം ഓക്കെയാണ്. ബട്ടൺ ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ചെറിയ വൈബ്രേഷനോട് കൂടി ഇത്തരത്തിൽ DIZO എന്ന് എഴുതി കാണിച്ചുകൊണ്ട് സ്മാർട്ട് വാച്ച് ഓൺ ആകുന്നതായിട്ട് കാണാം. അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു വാച്ചിനെ നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ റിയൽമിയുടെ പ്രോഡക്റ്റുകളും അതുപോലെ DIZO പ്രോഡക്റ്റുകളും എല്ലാം നമുക്ക് നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യുന്നതിന് വേണ്ടി റിയൽമി പുറത്തിറക്കിയിരിക്കുന്ന റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിലവിൽ റിയൽമിയുടേതായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഞാൻ ഈ ഒരു വാച്ചിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ ലിങ്ക് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകൾ ഇവിടെ കാണാം. ആ ഒരു കൂട്ടത്തിലേക്ക് നമുക്ക് റിയൽമിയുടെ ഈ ഒരു DIZO എന്ന സ്മാർട്ട് വാച്ചിനെ കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമ്മൾ ഇത്തരത്തിൽ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ലാംഗ്വേജ് സെലക്ഷനാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ളത് ടിക്ക് ചെയ്യുന്നു. ഈ ഒരു ഭാഗം സ്കാൻ ചെയ്തും നമുക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്കാൻ ചെയ്തും നമുക്ക് ഈ ഒരു റിയൽമി ലിങ്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ റിയൽമി ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വാച്ചും ഓൺ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു പർട്ടിക്കുലർ വാച്ച് ഇവിടെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ആപ്പ്. അതൊരു വലിയ കാര്യമാണ്. പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് ആ ഒരു വാച്ചിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നിഷ്പ്രയാസത്തിൽ നമുക്കിതുപോലെ വാച്ച് നമ്മുടെ സ്മാർട്ട് ഫോണുമായിട്ട് പെയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു പെയറിംഗ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഈ DIZO എന്ന് പറയുന്ന വാച്ച് ഫോണുമായിട്ട് പെയർ ചെയ്തു, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു, എല്ലാം സെറ്റാക്കി ഇനിഷ്യൽ സെറ്റപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെ ആപ്ലിക്കേഷനിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് വരണം എന്നുള്ളത് ഇവിടെ ഇതുപോലെ എനേബിൾ ചെയ്യാൻ ഈ ഒരു റിയൽമി ലിങ്കിനകത്ത് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു വാച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇനിഷ്യൽ നമ്മൾ കാണുന്ന ഒരു വാച്ച് ഫേസ് എന്ന് പറയുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിന് ചുറ്റും ആ ബെസൽ എന്നറിയപ്പെടുന്ന അരികുകൾ കുറച്ച് കൂടുതലായിട്ട് കാണാം. ഫുൾ സ്ക്രീൻ
സ്ക്രീനിൽ ഡിസ്പ്ലേ നൽകിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയതിനെന്ന് ഇനിഷ്യൽ ഇംപ്രഷനിൽ തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള വാച്ച് ഫേസുകൾ ഉപയോഗിക്കാനായിട്ട് ഇവിടെ ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വാച്ച് ഇഷ്ടമുള്ള വാച്ച് ഫേസുകളിലേക്ക് മാറ്റാൻ സാധിക്കും. ഏകദേശം 7ഓളം വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ ഈ ഒരു വാച്ചിനകത്ത് തന്നെ ഡിഫോൾട്ടായിട്ട് നൽകിയിട്ടുണ്ട്. ഇനി നമുക്കത് പോരാ, കൂടുതൽ വാച്ച് ഫേസ് വേണമെങ്കിൽ നമുക്ക് റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫേസ് ഗാലറി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിരവധി വാച്ച് ഫേസുകൾ ഇത്തരത്തിൽ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നതായിട്ട് കാണാം. അത്തരം വാച്ച് ഫേസുകൾ ഏതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്കിവിടെ ഫോട്ടോസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഈ ഒരു റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ആപ്പിനകത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നമ്മുടെ ഫോണിൽ നിന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോകൾ നമുക്ക് ഈ ഒരു വാച്ച് ഫേസ് ആക്കാനുള്ള ഒരു ഓപ്ഷനും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ എൻ്റെ ഈ ഒരു ഫോട്ടോ ഞാൻ ഇതുപോലെ ഇവിടേക്ക് നൽകുന്നു. ഡൺ കൊടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഒരു വാച്ചിൻ്റെ ആ ഒരു ടൈമൊക്കെ കാണിക്കുന്ന ഏരിയ ഏത് ഭാഗത്തേക്ക് വരുത്തണം എന്ന് നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. സിങ്ക് ടു ഡിവൈസ് കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിൽ നമ്മളുടെ ഫോട്ടോ ഉള്ള ഒരു വാച്ച് ഫേസ് നമുക്ക് ഈ വാച്ചിനകത്തേക്ക് കൊണ്ടുവരാനുള്ള ഓപ്ഷനും DIZO എന്ന് പറയുന്ന ഈ ഒരു വാച്ചിനകത്ത് റിയൽമി നൽകിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വാച്ച് ഫേസാണ് ഇപ്പോൾ ഈ ഒരു വാച്ചിനകത്ത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി കണ്ടിട്ട് കൊള്ളാം. ഇപ്പോൾ ആ ഒരു ഫോട്ടോയൊക്കെ നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു വാച്ചിനകത്തൂടെ കാണാൻ സാധിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ചുറ്റുമുള്ള ഒരു ബെസൽ ഒരു അല്പം കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു വാച്ച് ബ്ലാക്ക് കളറിലാണ് നമുക്ക് ലഭ്യമാവുക. അതുപോലെ ഇതിൻ്റെ ഒരു വെയിറ്റിനെ കുറിച്ച് പറഞ്ഞാൽ 38 ഗ്രാം വെയിറ്റ് മാത്രമേ ഈ ഒരു വാച്ചിനുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ ഇത് കെട്ടിക്കൊണ്ട് നടന്നാൽ വലിയൊരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. 38 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ ഈ ഒരു വാച്ചിൻ്റെ സ്ട്രാപ്പിൻ്റെ സൈസ് 22 mm വാച്ച് സ്ട്രാപ്പാണ്. ഇഷ്ടമുള്ള വാച്ച് സ്ട്രാപ്പ് നമുക്ക് ഇത്തരത്തിൽ റിമൂവൽ 22 mm തന്നെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ പല കളറിൻ്റെ അത് വേണമെങ്കിൽ വാങ്ങി ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമ്മളിതിൻ്റെ ഒരു ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ 1.4 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഇതൊരു LCD ഡിസ്പ്ലേ ആണ്. മാത്രമല്ല 323 pp ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഫുൾ ടച്ച് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ടച്ചിനകത്തൊന്നും വിഷയങ്ങളൊന്നുമില്ല. നല്ല ഒരു റെസ്പോൺസ് എന്തായാലും ടച്ചൊക്കെ നൽകുന്നുണ്ട്. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. ചില വില കുറഞ്ഞ സ്മാർട്ട് വാച്ചുകൾ ടച്ചൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്താൽ വർക്ക് ചെയ്യുന്ന താഴെ നിന്ന് മുകളിലോട്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ടച്ച് എല്ലാം ഓക്കെ ആണെന്ന് പറയേണ്ടിയിരിക്കുന്നു. 315 mAh ആണ് ഈ ഒരു വാച്ചിനകത്ത് റിയൽമി നൽകിയിരിക്കുന്നത്. 12 ദിവസത്തെ ബാറ്ററി ലൈഫാണ് റിയൽമി അവകാശപ്പെടുന്നത്. 12 കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു 10 ദിവസമൊക്കെ എങ്ങനെയായാലും നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 600 nits ആണ്. 30 ഫ്രെയിംസ് പെർ സെക്കൻഡ്, അതായത് നമ്മൾ ഈ ഫോണിനൊക്കെ റിഫ്രഷ് റേറ്റ് എന്ന് പറയുന്ന പോലെ ഒരു ഫ്രെയിംസ് പെർ സെക്കൻഡ് ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം കുറച്ച് സ്മൂത്താണ് ഈ ഒരു വാച്ചിൻ്റെ റെസ്പോൺസ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 600 nits ആണ് ഇതിൻ്റെ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് നൽകിയിരിക്കുന്നത്. അതുപോലെ 90-ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആക്ടിവിറ്റി ട്രാക്കറുകൾ, വ്യായാമങ്ങൾ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി ട്രാക്കർ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതും വലിയ കാര്യമാണ്. ഏകദേശം 100-ലധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് റിയൽ ടൈം ഹാർട്ട് റേറ്റ് സെൻസർ ഉണ്ട്. അതായത് 24 മണിക്കൂറും നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു മിടിപ്പ് കൃത്യമായിട്ട് ഇത് മെഷർ ചെയ്യും. അത്തരത്തിൽ നമ്മളുടെ ഹൃദയത്തിൻ്റെ ആ ഒരു താളഗതി കൃത്യമായിട്ട് 24 hours ഇത് മോണിറ്റർ ചെയ്യും. നമുക്ക് ഹൃദയത്തിന് എന്തെങ്കിലും പ്രശ്നം വരികയൊക്കെ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ ഹൃദയത്തിൻ്റെ ആ ഒരു മിടിപ്പ് കുറയാനോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കൂടാനോ ഉള്ളൊരു സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു വാച്ചിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കൂടാതെ ഈ ഒരു കാലത്ത് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു ഓപ്ഷനായിട്ടുള്ള ബ്ലഡിലെ ഓക്സിജൻ്റെ അളവ് മെഷർ ചെയ്യാനുള്ള SpO2 സംവിധാനം ഈ ഒരു വാച്ചിനകത്ത് ഇതുപോലെ നൽകിയിട്ടുണ്ട്. അതും വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയും നമ്മുടെ ശരീരത്ത് ഇപ്പോൾ ഈ കൊറോണയൊക്കെ വരുമ്പോൾ പലർക്കും ഓക്സിജൻ്റെ ലെവൽ ഡൗൺ ആകുന്ന ഒരു രീതി കാണാറുണ്ട്. അത് നമുക്ക് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഈ ഒരു SpO2 സംവിധാനം നമുക്ക് സഹായിക്കും. റിയൽമിയുടെ വാച്ചുകളിൽ അടുത്തിടെ ഇറങ്ങിയ വാച്ചുകൾ കണ്ട ഒരു വലിയ ഫീച്ചർ ഈ ഒരു വാച്ചിനകത്തും നൽകിയിട്ടുണ്ട്. അതായത് റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ റിയൽമിയുടെ ഈ ഒരു വാച്ചിനകത്തും നൽകിയിട്ടുണ്ട്. ഈ ഒരു റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഇതുപോലെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിയൽമിയുടേതായിട്ടുള്ള തന്നെ AIoT പ്രോഡക്റ്റുകളെ നമുക്ക് സ്മാർട്ട് AIoT പ്രോഡക്റ്റുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു വാച്ചിൻ്റെ പ്രത്യേകത. അത് നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ റിയൽമി സ്മാർട്ട് വാച്ച് 2-ലും ഇത്തരത്തിലൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മുടെ ഈ ഒരു സ്റ്റുഡിയോയിൽ തന്നെ റിയൽമിയുടേതായിട്ടുള്ള സ്മാർട്ട് ബൾബുണ്ട്, അതുപോലെ സ്മാർട്ട് പ്ലഗുകൾ, റിയൽമിയുടേതായിട്ടുള്ള ഹെഡ്സെറ്റ് തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാം. അതും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതൊരു വലിയ കാര്യമായിട്ട് എടുത്ത് പറയട്ടെ. ഇനി നമ്മൾ ഈ ഒരു വാച്ചിൻ്റെ ഒരു ഇൻ്റർഫേസ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകളാണ് ഇവിടെ കാണുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
ഫസ്റ്റ് വൺ എന്ന് പറയുന്ന ആക്ടിവിറ്റിയാണ്. നമ്മൾ ഒരു ദിവസത്തെ ഒരു ആക്ടിവിറ്റിയുടെ ഒരു സമ്മറി, എത്ര സ്റ്റെപ്പ് നടന്നു, എത്ര കാലറി ബേൺ ചെയ്തു തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കാണാം. രണ്ടാമത്തെന്ന് പറയുന്നത് ഹാർട്ട് റേറ്റ് സെൻസറാണ്, SpO2 നേരത്തെ പറഞ്ഞ ബ്ലഡിലെ ഓക്സിജൻ ലെവൽ. മൂന്നാമത്തെന്ന് പറയുന്നത് സ്ലീപ്പ് മോണിറ്ററിംഗ് ആണ്. അതായത് നമ്മൾ ഇത് ഉറങ്ങുമ്പോൾ കയ്യിൽ കെട്ടിക്കൊണ്ട് കിടന്നാൽ എത്ര മണിക്കൂർ ഉറങ്ങി, ലൈറ്റ് ആയിട്ടുള്ള സ്ലീപ്പ് എത്ര, ഡീപ്പ് സ്ലീപ്പ് എത്ര തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. അടുത്തത് വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്കൗട്ട് മോഡുകളാണ്. അതുപോലെ വർക്കൗട്ട് റെക്കോർഡുകൾ കാണാൻ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. അലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ വെതർ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സ്റ്റോപ്പ് വാച്ച് എന്ന ഓപ്ഷൻ ഉണ്ട്, ടൈമർ, മ്യൂസിക് കൺട്രോൾ. അതായത് നമ്മളുടെ ഫോണിൽ നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന ഫോണിലെ മ്യൂസിക് നമുക്കിത് ഉപയോഗിച്ചുകൊണ്ട് പ്ലേ ചെയ്യാനും അതുപോലെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് മാറ്റാനും പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാനും ഈവൻ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും നമുക്ക് ഈ ഒരു മ്യൂസിക് കൺട്രോൾ ഉപയോഗിച്ചുകൊണ്ട് സാധിക്കും. അടുത്തത് ക്യാമറ റിമോട്ട് എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് സെൽഫിയൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഫോൺ കയ്യിലില്ലാതെ ദൂരെ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ക്യാമറ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് സെൽഫിയൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് ക്യാമറ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. അടുത്തത് ബ്രീത്ത് എക്സസൈസ് ആണ്. അത് കഴിഞ്ഞാൽ ഫൈൻഡ് മൈ ഫോൺ എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വാച്ചുമായിട്ട് പെയർ ചെയ്തിരിക്കുന്ന ഫോൺ നമ്മൾ എവിടെയെങ്കിലും വെച്ച് മറന്നാൽ നമുക്ക് അതിലേക്ക് ഒരു റിങ് സെറ്റ് ചെയ്യാൻ നമുക്കിങ്ങനെ ഫൈൻഡ് മൈ ഫോൺ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പെയർ ചെയ്തിരിക്കുന്ന ഫോൺ റിങ് ചെയ്യുകയും അത് എവിടെ ഇരിക്കുന്നു എന്ന് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. അടുത്ത സെറ്റിംഗ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ വാച്ച് ഫേസ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. കൂടാതെ ഇതിൻ്റെ ഡിസ്പ്ലേ സെറ്റിങ്ങുകൾ, അതായത് ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, ഡു നോട്ട് ഡിസ്റ്റർബ്, നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്സ്, അതുപോലെ ബാറ്ററി, ജനറൽ സെറ്റിംഗ്സ്, എബൌട്ട് സെക്ഷൻ തുടങ്ങിയവ നമുക്ക് സെറ്റിംഗ്സിൽ കാണാം. ഇടത് നിന്ന് വലത്തേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു ബാറ്ററി പെർസെൻറ്റേജ്, അതുപോലെ ഡേറ്റ്, ടൈമിംഗ്, അതുപോലെ പ്രധാനപ്പെട്ട ടോഗിളുകൾ, അതായത് നമുക്കിപ്പോൾ നൈറ്റൊക്കെ നമ്മൾ കൈ കെട്ടിക്കൊണ്ട് കിടക്കുമ്പോൾ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലേക്കൊക്കെ മാറ്റാനുള്ള ടോഗിളുകളും ഒക്കെ ഇവിടെ കാണാം. അതുപോലെ മെയിൻ സ്ക്രീനിൽ നിന്ന് വലത്ത് നിന്ന് ഇടത്തേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ വർക്കൗട്ട് സമ്മറി കാണാം. പിന്നീട് ഹാർട്ട് റേറ്റ് മോണിറ്ററിൻ്റെ ഒരു ഓപ്ഷനാണ് വരുന്നത്. പിന്നീടുള്ളത് വെതർ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. പിന്നീട് മ്യൂസിക് കൺട്രോൾ തുടങ്ങിയ ഷോർട്ട് കട്ടുകളും കാണാം. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വാച്ചിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകളെ കുറിച്ച് പറഞ്ഞാൽ. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ പ്രൈസിംഗ് ആണ് അറിയാനുള്ളത്. ഈ ഒരു വാച്ച് റിയൽമി DIZO എന്ന ബ്രാൻഡിലൂടെ വിൽക്കപ്പെടുന്നത് 3299 രൂപയ്ക്കാണ്. അപ്പോൾ ഈ ഒരു വാച്ച് ജസ്റ്റ് നമ്മൾ അൺബോക്സ് ചെയ്ത് നിങ്ങളെ പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ കൊള്ളാം, കുഴപ്പമില്ല, ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്, മൊത്തത്തിലുള്ള ബിൽഡ് ക്വാളിറ്റി ഓക്കെയാണ്, ഫീച്ചേഴ്സ് എല്ലാം ഒക്കെ ഉണ്ട്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല, ഡിസ്പ്ലേ നല്ല റെസ്പോൺസീവ് ആണ്, അതെല്ലാം പോസിറ്റീവ് സൈഡാണ്. ബാറ്ററി ലൈഫ് ഓക്കെ ആയിരിക്കുമെന്നാണ് തോന്നുന്നത്. ഇന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്തതേ ഉള്ളൂ. പക്ഷേ നേരത്തെ ഞാൻ മൂന്നാമത് വീണ്ടും പറയുന്നു, ആ ഒരു ഡിസ്പ്ലേ സൈസ് കുറഞ്ഞു പോയി, അതിന് ചുറ്റുമുള്ള ഒരു ബെസൽ അല്പം കൂടുതലാണ്. അതൊരു പ്രശ്നമല്ലാത്തവർക്ക് തീർച്ചയായിട്ടും റിയൽമി എന്ന ബ്രാൻഡ് ഇഷ്ടമായവർക്ക് DIZO എന്ന ബ്രാൻഡിൽ 3299 രൂപ മുടക്കിയാൽ ഈ ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ മനോഹരമായ മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.